He breaks past the defender, lines up the shot and fires! What an incredible strike! The stadium is absolutely rocking. They are the champions. നമസ്കാരം, ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ലോകം ഒരു വശത്ത് യുദ്ധവാർത്തകളാൽ വിറങ്ങലിക്കുമ്പോൾ മറുവശത്ത് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്ന ഫുട്ബോളിൻ്റെ മഹോത്സവം അരങ്ങേറാൻ ഒരുങ്ങുകയാണ്. ചരിത്രം പറയുന്നത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോഴെല്ലാം ഫുട്ബോൾ മനുഷ്യരെ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ലോകകപ്പ് തിരിച്ചു വന്നു. ശീതയുദ്ധകാലത്തും ലോകകപ്പ് നടന്നു. ഇന്ന് മിഡിൽ ഈസ്റ്റ് കത്തുമ്പോഴും ലോകകപ്പ് വീണ്ടും ലോകത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം കാരണം 1942-ലെയും 1946-ലെയും ലോകകപ്പുകൾ പോലും റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ യുദ്ധവും ഫുട്ബോളും പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അതെ, ബോംബുകളുടെയും മിസൈലുകളുടെയും വാർത്തകൾക്കിടയിൽ കേവലം ഒരു പന്ത് വീണ്ടും ലോകത്തെ ഒന്നിപ്പിക്കാൻ ഒരുങ്ങുന്നു. രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഫുട്ബോൾ തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ ഒരേ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. അത് ഫുട്ബോളിൻ്റെ ഭാഷയാണ്, വികാരമാണ്. ലോകം യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയിൽ തുടങ്ങുന്ന ലോകകപ്പ് സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാകുമോ? അതിനുള്ള ഉത്തരമാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നൽകുന്നത്. താരങ്ങളുടെ മഹാമേളയാണ് നടക്കാൻ പോകുന്നത്. ഇത് മെസ്സിയുടെ അവസാന ലോകകപ്പാകുമോ? എംബാപ്പയുടെ കിരീട സ്വപ്നം സഫലമാകുമോ? ബ്രസീൽ 6ാം കിരീടം നേടുമോ? ഇംഗ്ലണ്ട് 1966 ശേഷം വീണ്ടും കപ്പ് ഉയർത്തുമോ? ലോകകപ്പിന് മുമ്പ് തന്നെ ഇത്തരം ചോദ്യങ്ങളാണ് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം, അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ, മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരത, സുരക്ഷാ ഭീഷണികൾ. ഈ പശ്ചാത്തലത്തിലാണ് ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദി വീണ്ടും അമേരിക്കൻ മണ്ണിൽ എത്തുന്നത്. അമേരിക്കയിൽ ഇറാൻ കളിക്കാർ എത്തിക്കഴിഞ്ഞു. ഫുട്ബോൾ എന്ന കളി പലപ്പോഴും രാജ്യങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ലോകകപ്പ് നടക്കുന്നത് ലോക രാഷ്ട്രീയം ഏറ്റവും സംഘർഷഭരിതമായ സമയങ്ങളിലൊന്നാണ്. 2026 ജൂൺ 17 ലോകം വീണ്ടും ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ ലോകകപ്പ് മാത്രമല്ല. ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന, നിരവധി യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നടക്കുന്ന ലോകകപ്പാണ്. ഫുട്ബോൾ ആരാധകർ മത്സരങ്ങൾക്ക് കാത്തിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിൻ്റെ നിഴൽ ഇപ്പോഴും നിലനിൽക്കുന്നു. 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫിഫ ലോകകപ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേളയായി വളർന്നിരിക്കുന്നു. അന്നു മുതൽ ലോകകപ്പ് വെറുമൊരു കായിക മത്സരം മാത്രമായിരുന്നില്ല. പലപ്പോഴും രാഷ്ട്രീയം, യുദ്ധം, ദേശീയ അഭിമാനം എന്നിവയുടെ എല്ലാം പ്രതിഫലനമായി അത് മാറിയിട്ടുണ്ട്. ആദ്യ ലോകകപ്പിൽ പങ്കെടുത്തത് വെറും 13 രാജ്യങ്ങൾ മാത്രം. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. 2026 ലോകകപ്പിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കും. ആകെ 104 മത്സരങ്ങൾ നടക്കും. 16 സ്റ്റേഡിയങ്ങളിലായാണ് പോരാട്ടങ്ങൾ. 1248 കളിക്കാർ, അതിൽ 891 പേർ പുതുമുഖങ്ങൾ. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് അരങ്ങുണരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന റെക്കോർഡോടെയാണ് പോരാട്ടം തുടങ്ങുക. മത്സരങ്ങളുടെ എണ്ണവും സ്റ്റേഡിയങ്ങളുടെ എണ്ണവും താരങ്ങളുടെ കണക്കുമെടുത്താൽ തൊട്ടതെല്ലാം റെക്കോർഡാക്കുന്ന ലോകകപ്പായി ഇത്തവണത്തെ ആഗോള ഫുട്ബോൾ മാമാങ്കം മാറും. 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും ചേർന്ന് നടത്തിയതിനു ശേഷം ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ ലോകകപ്പാണ് ഇത്. മത്സരങ്ങൾക്കായി അമേരിക്കയിൽ 11 വേദികളും മെക്സിക്കോയിൽ 3 വേദികളും കാനഡയിൽ 2 വേദികളും ഒരുക്കിയിട്ടുണ്ട്. 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പാണ് വരാൻ പോകുന്നത്. മെക്സിക്കോ 13 മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. ഇതിൽ ജൂൺ 11 മെക്സിക്കോ സിറ്റിയിൽ ആതിഥേയരും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരവും 3 നോക്കൌട്ട് മത്സരങ്ങളും ഉൾപ്പെടുന്നു. കാനഡയിലും 13 മത്സരങ്ങൾ നടക്കും. ജൂൺ 12 ടൊറന്റോയിൽ ആതിഥേയരും ബോസ്നിയ ഹെർസഗോവിനയും തമ്മിലാണ് കാനഡയിലെ ആദ്യ മത്സരം. ബാക്കി 78 മത്സരങ്ങളും അമേരിക്കയിൽ. ജൂൺ 12 ലോസ് ആഞ്ചലസിൽ അമേരിക്കയും പരാഗ്വേയും തമ്മിലുള്ള മത്സരത്തോടെ US-ലെ മത്സരങ്ങൾക്ക് തുടക്കമാകും. ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മത്സരങ്ങളെല്ലാം അമേരിക്കയിൽ തന്നെ. ബ്രസീൽ 5 തവണയും ജർമ്മനിയും ഇറ്റലിയും 4 തവണയും അർജന്റീന 3 തവണയും ലോകകപ്പ് നേടിയിട്ടുണ്ട്.
പെലെ, മറഡോണ, സിദാൻ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ കഥകൾ ലോകകപ്പിൻ്റെ ഭാഗമാണ്. 1994 അമേരിക്ക ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചിരുന്നു. അന്ന് ലോകകപ്പ് റെക്കോർഡ് കാണികളെയാണ് സൃഷ്ടിച്ചത്. 32 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും ആതിഥേയത്വത്തിലേക്ക് മടങ്ങിയെത്തുന്നു. എന്നാൽ ഇത്തവണ ഒറ്റയ്ക്കല്ല. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് ലോകകപ്പ് സംഘടിപ്പിക്കുന്നു. ഫൈനൽ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. 48 ടീമുകൾ, 104 മത്സരങ്ങൾ, കോടിക്കണക്കിന് ആരാധകർ. ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ലോകകപ്പാണ് ഇത് എന്ന് സംശയമില്ല. ഫുട്ബോളിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് ഫിഫ ഈ മാറ്റം കൊണ്ടുവന്നത്. ഈ ലോകകപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഫുട്ബോൾ മാത്രമല്ല, ലോക രാഷ്ട്രീയവും കൂടിയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അതീവ സങ്കീർണമാണ്. അമേരിക്കയുമായുള്ള സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇറാൻ ദേശീയ ടീം അമേരിക്കയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ചില സംഘടനാ പ്രശ്നങ്ങളും വിസ ആശങ്കകളും നേരിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ലോകകപ്പിന് മുന്നോടിയായി ലോകം നിരവധി സംഘർഷങ്ങൾ കണ്ടു. യുക്രൈൻ റഷ്യ യുദ്ധം വർഷങ്ങളായി തുടരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം ലോകത്തെ ആശങ്കപ്പെടുത്തുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മേഖലയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചിട്ടും ഫുട്ബോൾ ആരാധകരെ ഒന്നിപ്പിക്കുന്ന ശക്തിയായി തുടരുകയാണ്. ചരിത്രത്തിൽ പലതവണ ഫുട്ബോൾ രാഷ്ട്രീയ ഭിന്നതകൾ മറികടന്നിട്ടുണ്ട്. 1998 ലോകകപ്പിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള മത്സരം ലോകശ്രദ്ധ നേടിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളായിരുന്ന 2 രാജ്യങ്ങളിലെ താരങ്ങൾ കൈകോർത്തു നിൽക്കുന്ന ചിത്രം ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. അത് ഫുട്ബോൾ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കാമെന്ന് തെളിയിച്ച നിമിഷമായിരുന്നു. 2026 ജൂൺ 17 നിരവധി ശ്രദ്ധേയ മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. അർജന്റീനയുടെ മത്സരം, പോർച്ചുഗലിൻ്റെ പോരാട്ടം, ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ എന്നിവ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സമ്മർദ്ദമേറെയാണ്. മറുവശത്ത് പോർച്ചുഗലും ഇംഗ്ലണ്ടും കിരീട പ്രതീക്ഷയോടെ ഇറങ്ങുന്നു. ഈ ലോകകപ്പ് മറ്റൊരു കാരണത്താലും ചരിത്രപരമാണ്. ഫുട്ബോളിലെ ഒരു യുഗത്തിൻ്റെ അവസാനവും പുതിയ തലമുറയുടെ തുടക്കവും ലോകം കാണുന്നു. കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം, ലാമിൻ യമാൽ തുടങ്ങിയ യുവതാരങ്ങൾ ലോക ഫുട്ബോളിൻ്റെ പുതിയ മുഖങ്ങളായി മാറുന്നു. ജൂലൈ 19 നടക്കുന്ന ഫൈനലിലേക്കാണ് എല്ലാ ടീമുകളുടെയും ലക്ഷ്യം. ആരാണ് കിരീടം നേടുക? അർജന്റീനയോ, ഇംഗ്ലണ്ടോ, പോർച്ചുഗലോ, അല്ലെങ്കിൽ പുതിയൊരു അത്ഭുത ചാമ്പ്യനോ? അതിനുള്ള ഉത്തരം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ലോകമറിയും. യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഒരുമിച്ചിരുത്തി ഒരു പന്തിനെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഫുട്ബോൾ. അതാണ് ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും. 2026 ഫിഫ ലോകകപ്പ് വെറും ഒരു ടൂർണമെൻറ്റ് മാത്രമല്ല, യുദ്ധങ്ങളുടെ നിഴലിലും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കായിക മഹോത്സവമാണ്. ലോകം വിഭജിക്കപ്പെടുമ്പോഴും ഫുട്ബോൾ ഒന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് 100% സത്യമാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഓപ്പറേഷനാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. 400-ലധികം സുരക്ഷാ ഏജൻസികൾ, ഡ്രോൺ നിരീക്ഷണം, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, സ്റ്റേഡിയങ്ങൾ മുതൽ വിമാനത്താവളങ്ങൾ വരെ പ്രത്യേക നിരീക്ഷണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിൽ ഒന്നിനാണ് ലോകകപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 48 ടീമുകളായി വിപുലീകരിച്ച ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കായി റെക്കോർഡ് തുകയായ $871 ദശലക്ഷം, അതായത് ഏകദേശം 7200-ലധികം കോടി രൂപ ഫിഫ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ $655 ദശലക്ഷം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള സമ്മാനത്തുകയാണ്. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിലെ ആകെ സമ്മാനത്തുകയേക്കാൾ $440 ദശലക്ഷം ആയിരുന്നു. അതിനേക്കാൾ ഏകദേശം 49% വർധനവാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ലോകകപ്പ് ജേതാവിന് $50 ദശലക്ഷം, അതായത് ഏകദേശം 415 കോടി രൂപ സമ്മാനമായി ലഭിക്കും. ഖത്തർ ലോകകപ്പിൽ ഇത് $42 ദശലക്ഷം മാത്രമായിരുന്നു. റണ്ണേഴ്സപ്പ് ആകുന്നവർക്കും 3ാം സ്ഥാനക്കാർക്കും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നവർക്കും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുക ലഭിക്കും. ഇത്തവണ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതോടെ പുതുതായി ഉൾപ്പെടുത്തിയ റൗണ്ട് ഓഫ് 32 ഘട്ടത്തിൽ പുറത്താകുന്ന ടീമുകൾക്ക് പോലും $11 ദശലക്ഷം വീതം ലഭിക്കും. മുൻപ് 32 ടീമുകൾ മാത്രം മാറ്റുരച്ചിരുന്ന ഫോർമാറ്റിൽ ഈ ഘട്ടം ഉണ്ടായിരുന്നില്ല. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ യാത്രാ താമസ ചെലവുകൾ മുൻനിർത്തി രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഫിഫ ആകെ ഫണ്ട് $727 ദശലക്ഷം നിന്നും $871 ദശലക്ഷം ഉയർത്തിയത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.